RRTS രാജ്യ തലസ്ഥാനത്തുണ്ട്. ഡൽഹിയിൽ അതിവേഗ റെയിൽ സർവീസായ RRTS പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം 2 ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ മീററ്റ് വരെയുള്ള RRTS പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവുക ഇക്കൊല്ലമാണ്. എങ്കിലും ആദ്യഘട്ടം ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ തിരക്കേറിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഉണ്ടാകുന്നില്ല. തുടക്കത്തിൽ പ്രതിദിനം 45,000-ലധികം യാത്രക്കാർ ഉണ്ടായിട്ടും പടർന്നു പന്തലിച്ച മെട്രോ സർവീസും മറ്റ് ട്രെയിനുകളും ബസ് സർവീസുകളുമൊക്കെ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ യാത്രക്കാരുള്ള ഇടനാഴികളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹമാണ് യാത്രക്കാർക്കുള്ളത്. ഡൽഹിയെ ഉത്തർപ്രദേശിലെ മീററ്റുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാതയാണ് ഈ RRTS. ആകെ 82 കിലോമീറ്ററാണ് ദൂരം. അതിൽ 72 കിലോമീറ്ററും എലവേറ്റഡാണ്. 2019 ഏകദേശം 30,200 കോടി രൂപ ചിലവിട്ടുകൊണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2025 അവസാനത്തോടെ അത് ഏതാണ്ട് പൂർത്തിയായി. 2026 പകുതിയോടെയായിരിക്കും പൂർണ്ണമായിട്ടും ഈ 82 കിലോമീറ്റർ ദൂരത്തിലും സർവീസുകൾ നടക്കുക. ഡൽഹിയിലെ ജംഗ്പുരയിൽ നിന്നും മീററ്റിലെ മോദിപുരത്തേക്കാണ് സർവീസ് ഉള്ളത്. ആ ജംഗ്പുര സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അല്പം കൂടി ഇനി എന്തായാലും പൂർത്തിയാകാനായിട്ട് ബാക്കിയുള്ളത്. അവിടെ നിന്നും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സാറൈക്കലി ഖാൻ നിസാമുദ്ദീൻ, പിന്നീട് അശോക് നഗർ, അവിടെ നിന്നും ആനന്ദ് വിഹാർ എന്ന് പറയുന്ന മേഖലകളാണുള്ളത്. 180 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ ഡൽഹി മീററ്റ് യാത്രാ ദൈർഘ്യത്തെ 50 മിനിറ്റാക്കി ചുരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 22 സ്റ്റേഷനുകളാണ് ആകെയുള്ളത്. അതിൽ തന്നെ ആനന്ദ് വിഹാറാണ് ഡൽഹിയിലെ അവസാനത്തെ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് ഗാസിയാബാദിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ഉത്തർപ്രദേശാണ്. മീററ്റ് നോർത്തും മീററ്റ് സൗത്ത് വഴിയാണ് പിന്നീട് മോദിപുരത്തിലേക്ക് ഏറ്റവും അവസാനത്തെ ഡിപ്പോയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ് നിലവിലുള്ളത്. ഈ പറയുന്ന ദൂരം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ഏകദേശം 150 രൂപയാണ്. അതായത് മീററ്റിൽ നിന്നും ഡൽഹിയിലേക്കും തിരിച്ചും യാത്രക്കാരെ സംബന്ധിച്ച് 150 രൂപ ചിലവിടണം. അത്രയും പണം നൽകുമ്പോൾ പോലും ഈ യാത്രാ സമയം അത് ലാഭിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് യാത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത്. इसके बारे में अच्छा है, सही है, अच्छा लगा मैं. मतलब टाइम भी थोड़ा सा वो रहता है, ये नहीं फालतू टाइम, मतलब सही टाइम में आ जाते हैं. बस पैसे थोड़े से ज़्यादा हैं, मतलब ज़्यादा भी नहीं है. इंसान जो काम के लिए चाहिए वो तो रोज आ रहा जा रहा, हम तो कम आम है. मतलब बस यहाँ से आने में ये देख लो सर आप 40 मिनट 40 से 20 मिनट बस इतने. टाइम भी बचता है और वैसे भी अच्छा लगता है, टाइम भी बचता है. पैसे वैसा का भी कोई इशू नहीं है. अगर टाइम का अगर देखा जाए तो अच्छा है, सब फैसिलिटी भी अच्छा है. मैं मेरठ से आ रही हूँ एंड जर्नी वाज वेरी कंफर्टेबल एंड इट वाज वेरी स्मूथ एंड मेरे मतलब मैं इतनी हाफ एन आवर में पहुँच गई. सो या इट शुड. और मुझे तो लगता है नोएडा से और एक्सटेंड होके और होना चाहिए, जिससे कि लाइक मेरा ऑफिस नोएडा सेक्टर 127 में, तो उससे बीच में कनेक्टिविटी नहीं है. तो मैं तो चाहूँगी कि और कनेक्टिविटी हो, कि मुझे और ईज हो जाए. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ ട്രെയിനുകളിലുണ്ട്. വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള മെട്രോ സ്റ്റേഷനുകളാണ്. NCRTC ആണ് ഈ ട്രെയിനുകളുടെ ചുമതലയുള്ളത്. അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതുപോലെ ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഡീച്ച് ബാനോട് സഹകരിച്ചുകൊണ്ട് DBRRTS ഇന്ത്യയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡൽഹിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ RRTSന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് റീജിയണലാണ്, ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ ആദ്യത്തെ ഫേസാണ് ഡൽഹി മീററ്റ് എന്നുള്ളത്. ഇനി ഗുരുഗ്രാം, നോയിഡ, അതുപോലെ തന്നെ ഡൽഹി കർണാൽ ഹരിയാനയിലെ മറ്റൊരു നഗരമാണ്. ഈ ഫേസുകളെല്ലാം നിലവിൽ പരിഗണനയിലാണ്. അതിൽ തന്നെ ഡൽഹിയെ ഹരിയാനയുമായി ബന്ധിപ്പിക്കുന്ന RRTSന്റെ പ്രവർത്തനങ്ങളെല്ലാം, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുമുണ്ട്. ഇപ്പോഴുള്ള ഡൽഹി മീററ്റ് സർവീസ് അത് മീററ്റിൽ നിന്നും ഹരിദ്വാറിലേക്ക് മുസഫർ നഗർ വഴി വ്യാപിപ്പിക്കാൻ, വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുന്നു. ആ നടപടികൾ കൂടി വൈകാതെ ഉണ്ടാകും. ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2023 തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. പിന്നീട് അത് 2026 വരെ നീളുകയാണ്, അനന്തമായി നീണ്ടുപോയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തവണയാണ് ഡെഡ് ലൈൻ മാറിപ്പോയത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നടത്താൻ RRTSനോ NCRTCക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം ട്രെയിൻ സർവീസുകൾ, മെട്രോ സർവീസുകൾ അത് ഡൽഹിക്ക് പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിലടക്കം മറ്റ് നഗരങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഡൽഹിയിലെ RRTSൽ യാത്ര ചെയ്യുന്ന അത്രയും യാത്രക്കാർക്കും പറയാനുള്ളത്. ഡൽഹിയിൽ നിന്നും ജോഗിക്കൊപ്പം
അർജുൻ പിതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.